പാകിസ്ഥാനിലെ ഭീകരവാദികളുമായി ഇവിടുത്തെ സർക്കാരിനോ ഇവിടുത്തെ സൈന്യത്തിനോ യാതൊരുവിധ ബന്ധവുമില്ലെന്നാണ് പാകിസ്ഥാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാൻ സൈനികർ നെട്ടോട്ടമോടുന്ന കാഴ്ചയും നമ്മുടെ രാജ്യത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. പോരാത്തതിന് ഈ പഹൽഗാമിന് മറുപടിയായി നമ്മൾ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ അവിടെയുള്ള ഭീകരവാദികൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്ന ഒരു സർക്കാരും ആ ഭീകരവാദികളുടെ ഫ്യൂണറൽ സെറമണി അഥവാ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്ന സൈന്യത്തെയുമാണ് നമ്മൾ കണ്ടതും നമ്മളിപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ അതിൻ്റെ മറ്റൊരു ക്ലാസിക് എക്സാമ്പിൾ കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ലാഹോറിൽ അടുത്തിടെ നടന്ന ഒരു റാലിയിൽ നിന്നുള്ളൊരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ എന്ന് ആരോപിക്കപ്പെടുന്ന സൈഫുള്ള അഹമ്മദ്, അതായത് കസൂരി, ഇയാൾ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ അസംബ്ലി സ്പീക്കർ മാലിക് അഹമ്മദ് ഖാനുമൊത്ത് വേദി പങ്കിടുന്നതാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. പാകിസ്ഥാൻ്റെ ആണവ പരീക്ഷണങ്ങളുടെ വാർഷികത്തോടനുബന്ധിച്ചുള്ള നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ ത്വയ്ബയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ആ ദൃശ്യങ്ങൾ ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നതാണ്. യൂട്യൂബിൻ്റെ ക്ലെയിം ഉള്ളതുകൊണ്ട്, കോപ്പിറൈറ്റ് വയലേഷൻ ഉള്ളതുകൊണ്ട് മാക്സിമം കാണിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. എന്തായാലും ലഷ്കർ ഇ ത്വയ്ബ പരിപാടികൾ സംഘടിപ്പിക്കുന്നു, അതും സർക്കാരിലെ പ്രതിനിധികൾ തന്നെ അവിടെ വരുന്നു എന്നുള്ളതാണ്. ലഷ്കർ തലവൻ ഹാഫിസ് സെയ്ദിൻ്റെ മകൻ തഹൽസ സെയ്ദും സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. കൂടെയാണ് ഈ കസൂരിയും പങ്കെടുത്തിരിക്കുന്നത്. വീഡിയോയിലെ ഒരു ഘട്ടത്തിൽ ഏകദേശം 51 സെക്കൻഡ് ദൈർഘ്യമുള്ള സമയത്ത് സൈഫുള്ളയെയും മാലിക് അഹമ്മദ് ഖാനെയും ഒരേ ഫ്രെയിമിൽ കാണാൻ കഴിയും. ഇത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കളുടെയും തീവ്രവാദ നേതൃത്വത്തിൻ്റെയും അസ്വസ്ഥമായ സാമീപ്യത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇനി ഈ സൈഫുള്ള അഹമ്മദ് ആരാണ്? സൈഫുള്ള ഖാലിദ് അല്ലെങ്കിൽ സൈഫുള്ള കസൂരി എന്നറിയപ്പെടുന്ന സൈഫുള്ള അഹമ്മദ് ലഷ്കർ ഇ ത്വയ്ബയുടെ ഉന്നത കമാൻഡറായിട്ടാണ് ഇയാളെ കണക്കാക്കപ്പെടുന്നത്. ജമ്മു കശ്മീരിലെ പഹൽഗാമിലെ ബൈസറൻ താഴ്വരയിൽ അടുത്തിടെ 20-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിൻ്റെ സൂത്രധാരനാണ് ഇയാളെന്നാണ് കരുതപ്പെടുന്നത്. ലഷ്കർ ഇ പ്രോക്സി ഗ്രൂപ്പായിട്ടുള്ള ദ റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് വൃത്തങ്ങൾ പറയുന്നത്. മേഖലയിലെ അവരുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും കസൂരി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ രാജ്യമടക്കം തെളിവ് സഹിതം കണ്ടെത്തിയത്. ആ കസൂരിയുടെ കൂടെയാണ് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ വേദി പങ്കിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.